ടീച്ചറെ, ഇ ഡിയുടെ അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ നിമിഷം പറഞ്ഞിരിക്കുന്നു. എത്രത്തോളം നിർണായകമാണ്, എത്രത്തോളം ഗൗരവമുണ്ട്, എത്രത്തോളം പ്രതീക്ഷയിലാണ് ഭക്തർ? വളരെ സന്തോഷം തോന്നുന്നു കോടതി അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. കാരണം കേരളം എന്തിനാണ് ഭയക്കുന്നത്? മറ്റൊരു ഏജൻസിയുടെ അന്വേഷണത്തെ അവർ സർവാത്മന സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? കാരണം സത്യം വെളിയിൽ വരണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഇ ഡി ആകട്ടെ, CBI ആകട്ടെ, ആരുമാകട്ടെ അവരുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. അത് കാരണം ഇതിൽ സാമ്പത്തികമായുള്ള ധാരാളം നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമുള്ള സാമ്പത്തികമായ അപഹരണം നടന്നിട്ടുണ്ട് ഇതില്. കാരണം ഒരിക്കലും സ്വർണത്തിന്റെ വിലക്കല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിട്ടുണ്ടാവുക. അതിന് ഗ്രാമിന്റെ സ്വർണത്തിന്റെ വില കണക്കാക്കാൻ വയ്ക്കില്ല. കാരണം അത് വിശ്വാസത്തിന്റെ വിലയാണ്. അതിന് എന്ത് കൊടുക്കാൻ? ഇപ്പൊ ഗുരുവായൂരത്ത് ഒരു മഞ്ചാടിക്കുരു കിട്ടും എന്ന് പറഞ്ഞാൽ ആ മഞ്ചാടിക്ക് വേണ്ടി ആയിരങ്ങൾ മുടക്കാൻ തയ്യാറാണ്. കണ്ണന്റെ മുമ്പിലിരുന്ന മഞ്ചാടി എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്ത്, സ്വർണ്ണ വിലയ്ക്ക് അപ്പുറത്തുള്ള മോഹവിലയ്ക്ക്, വിശ്വാസത്തിന്റെ വിലയ്ക്കാണ് അത് പോയിരിക്കുന്നത്. അപ്പൊ കോടിക്കണക്കിന് രൂപയുടെ അവിടെ അനധികൃതമായ കൈമാറ്റം നടന്നിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ടും ഇ ഡി അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇത് കേരളത്തിന് മാത്രമല്ല, ഈ ശബരിമല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രം ഒരു ആരാധനാലയമല്ലല്ലോ. മാത്രമല്ല ഈ സ്വർണ്ണപ്പാളി സഞ്ചരിക്കാത്ത സ്ഥലമില്ല. അതുകൊണ്ട് ഇത് കേരളത്തിന് വെളിയിലുള്ള ഏജൻസികൾ അന്വേഷിക്കണം എന്നതിന് അങ്ങനെ പറയുമ്പോൾ അതിൽ മറ്റൊരു സങ്കുചിതാർത്ഥത്തിൽ കാണേണ്ടതില്ല. അപ്പൊ ഇ ഡിയുടെ അന്വേഷണത്തെ അതുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ SITയുടെ അന്വേഷണം ഒരു വലിയ ആവേശത്തോടു കൂടി വന്ന് പത്മകുമാറിനെ വരെ അഴിക്കൂടിലാക്കി. പക്ഷേ പത്മകുമാർ പറഞ്ഞ നിർണായകമായ ദൈവതുല്യർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. പെട്ടെന്നാണ് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സ്ലോ പ്രോസസ്സിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഭക്തർക്ക് അടക്കം തോന്നിത്തുടങ്ങിയത്. എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ കോടതി 1 മാസം കൂടി സമയം കൊടുത്തിട്ടുണ്ട്. അത് സാങ്കേതികത്വം മാത്രമേ നമുക്ക് കാണാം. പക്ഷേ അന്വേഷണം ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ടേക്ക് എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയല്ലേ? അല്ല, അത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ പത്മകുമാർ വരെ എത്തിയതിലും നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു സാവകാശം അതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഓരോ പ്രതിയും അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു വിടാൻ പറ്റുന്ന സമയം കിട്ടിയിട്ടുണ്ട്. ആരെയൊക്കെ ഒതുക്കണം, ആരിലേക്ക് ചിന്തിക്കണം. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തോന്നുന്ന വിധത്തിലേക്കാണ് പ്രതികളുടെ 1 by 1 ആയിട്ടുള്ള അറസ്റ്റിലേക്ക് പോയത്. പത്മകുമാറിൽ എത്തിയപ്പോൾ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോ ഇതിനെല്ലാം എത്രമാത്രം സമയം എടുത്തു? നമ്മളൊരു സെപ്റ്റംബർ മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തില് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇത് വളരെ മറ്റെന്താ പറയണ്ടേ, ഇതിന്റെ ഗൂഢാലോചനയ്ക്കൊന്നും വളരെ ബുദ്ധിമുട്ടി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇരുട്ടിന്റെ മറവിലല്ലല്ലോ, വെളിച്ചത്തിലല്ലേ നടന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ അവര് രക്ഷപ്പെടേണ്ടത് എങ്ങനെയെന്നും മറ്റുള്ളവര് ആരെയൊക്കെയാണ് രക്ഷപ്പെടുത്തേണ്ടത് എന്നും വളരെ കൃത്യമായി അവരെ പഠിപ്പിച്ചു വിട്ടിട്ടാണ് അകത്തേക്ക് പോയത് എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഇതിൽ ഉന്നതരുണ്ട്. ഉന്നതരില്ലാതെ ഇതുപോലൊരു സംഗതി സാധിക്കില്ല. കേവലം ഒരു പോറ്റി വിചാരിച്ചാലോ ഒരു മുരാരി വിചാരിച്ചാലോ ഒന്നും ഇത് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇതിനകത്ത് ഉന്നതരുണ്ട്. ആ ഉന്നതരെ രക്ഷപ്പെടുത്താൻ അത് കേരളത്തിന്റെ സ്വഭാവമാണല്ലോ. അപ്പൊ മാറാട് 8 പേരെ വെട്ടിയെറിഞ്ഞ സംഭവത്തിൽ പോലും ആരാണോ കൃത്യത്തിൽ പങ്കെടുത്തത് എന്നുള്ളതിന്റെ അവിടെ വെച്ച് നിന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങാത്തൊരവസ്ഥ കേരളത്തിലുണ്ട്. അപ്പൊ എപ്പോഴും ഈ ഓരോ വലിയ കുറ്റത്തിന്റെയും പിന്നിൽ നിൽക്കുന്നവർ എന്നും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ അവസ്ഥ. അവരിലേക്ക് ഒരു തരത്തിലും അന്വേഷണം എത്താതിരിക്കാൻ ആരൊക്കെയാണ് അതിന് രാഷ്ട്രീയ ഭേദമില്ലാതെ ആരാണോ അവിടെ കേരളം ഭരിക്കുന്നത് അവർ ഇതുവരെ അവർക്ക് വേണ്ടി കോട്ട കെട്ടിക്കൊടുത്ത് അവരെ സുരക്ഷിതരാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അഴിമതിയാകട്ടെ, അക്രമമാകട്ടെ, ഭീകരവാദമാകട്ടെ ഇതൊന്നും ഇവിടുന്ന് തുടച്ചു നീക്കാൻ സാധിക്കാത്തത്. ഈ കോട്ടയ്ക്കുള്ളിൽ അവർ സുരക്ഷിതരാണ്. ആ VIP-കൾ സുരക്ഷിതരായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അതിന്റെ ഉപകരണങ്ങളെ മാത്രം പിടിച്ചുകൊണ്ടതൊന്നും ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. അപ്പോ ഈ PDയുടെ അന്വേഷണത്തിൽ രേഖകൾ കൈമാറിയ കുറച്ചെങ്കിലും കാര്യങ്ങൾ പുറത്തെത്തുമെന്നുള്ളൊരു ആശ്വാസം കൊണ്ടാണ് നമ്മളതിനെ വളരെ തന്നെ കാര്യമായി സ്വാഗതം ചെയ്യുന്നത്. ഇത് കേരളത്തിന് വെളിയിലൊരു ഏജൻസി അന്വേഷിക്കണം. ഇനി മാറാടൊക്കെ സംഭവം പോലെ 10, 20, 30 വർഷങ്ങൾക്ക് ശേഷം പശു ചത്തും ഊരിലെ പുളിയും പോയിട്ട് അന്വേഷണം പോലെ ആകരുത്. ഇതതിന്റെ ചൂടാറുന്നതിന് മുമ്പ് അത് കൃത്യമായി സംഗതികൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നവരും കുറ്റവാളികളും ജീവിച്ചിരിക്കുമ്പോൾ ഇതിലേക്കൊരു അന്വേഷണം നടക്കണം. തീർച്ചയായും ടീച്ചറെ